ഹലോ എവരി വൺ. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ്, ജീവന്റെ ഉത്ഭവം, ജീവികളുടെയും. ഇല്ലേ? അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഒറിജിൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ഉത്ഭവമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് തിയറീസ് അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ പറഞ്ഞു. ദെൻ അതിനുശേഷം നമ്മൾ ഒറിജിൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ഉത്ഭവത്തിന് പ്രിമിറ്റീവ് എർത്ത് അല്ലെങ്കിൽ ആദിമഭൂമി എങ്ങനെയാണ് സഹായിച്ചത്, അല്ലെങ്കിൽ പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ദെൻ അതുപോലെ തന്നെ ഈ രണ്ട് തിയറീസിനകത്തിൽ ഇല്ലേ, അതായത് നമ്മൾ രണ്ട് തിയറീസ് ആണ് പഠിച്ചത് ഒറിജിൻ ഓഫ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്, പാൻസ്പെർമിയ തിയറി ആൻഡ് കെമിക്കൽ എവല്യൂഷൻ തിയറി. അപ്പൊ അതിനകത്തിലെ കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ് അംഗീകരിക്കപ്പെടുന്ന തിയറി. സീ വാട്ടറിൽ ഉണ്ടായ കെമിക്കൽ ചേഞ്ചസിന്റെ ഫലമായിട്ടാണ് ലൈഫ് ഒറിജിൻ ചെയ്തതെന്ന് പറയുന്ന തിയറിയാണ് ഏതെന്ന് പറയുന്നത് കെമിക്കൽ എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം. ഇല്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ നൽകിയവരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി അതുപോലെ തന്നെ ഈ കെമിക്കൽ എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തമാണ് അംഗീകരിക്കപ്പെടുന്ന തിയറി. ഇല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് ഓഷനിലാണ് ആദ്യമായിട്ട് ലൈഫ് ഒറിജിൻ ചെയ്തതെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഓഷനിൽ നടന്നിട്ടുള്ള ചേഞ്ചസ്, കെമിക്കൽ ചേഞ്ചസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ കെമിക്കൽ എവല്യൂഷൻ തിയറി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും പല എക്സ്പെരിമെന്റ്സും നടത്തി. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാൻലി മില്ലർ, ഹാരോൾഡ് യൂറേ എന്നിവരുടെ കോൺട്രിബ്യൂഷൻ, സംഭാവന പറഞ്ഞായിരുന്നു. അല്ലെ? അതായത് അവർ പറഞ്ഞത് എന്താണ്? ഗ്യാസസ് അല്ലെങ്കിൽ വാതകങ്ങളിൽ നിന്നും ഒറിജിൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ഉത്ഭവത്തിന് കാരണമാകുന്ന ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ നിർമ്മാണ ഘടകങ്ങൾ രൂപപ്പെടും എന്ന് തെളിയിച്ച ആൾക്കാരാണ് ആരൊക്കെ? ഹാരോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ. അപ്പൊ ഇവര് കെമിക്കൽ എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത് പ്രൂവ് ചെയ്തു. അതായത് ഇവര് ചെയ്ത കാര്യം എന്ന് പറയുന്നത് പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ അതേപോലെ ഒരു ലബോറട്ടറിയിൽ റീക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ പുനഃസൃഷ്ടിച്ചു. അങ്ങനെ ലബോറട്ടറിയിൽ ആർട്ടിഫിഷ്യലി റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ കെമിക്കൽ എവല്യൂഷൻ തിയറി പ്രൂവ് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് നടത്തിയത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ലബോറട്ടറിക്കകത്ത് എന്ത് ചെയ്തു? പ്രിമിറ്റീവ് എർത്ത് അല്ലെങ്കിൽ ആദിമ ഭൂമിയുടെ അന്തരീക്ഷമൊക്കെ പുനഃസൃഷ്ടിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ഒരു ഗ്ലാസ് ഫ്ലാസ്ക് എടുത്തു. അതിനകത്തില് പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന ഗ്യാസസ് ഇല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഈ ഗ്ലാസ് ഫ്ലാസ്കിനകത്ത് അവര് മീഥെയിൻ, അമോണിയ, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ തുടങ്ങിയവർ എടുത്തു. ദെൻ അതുപോലെ തന്നെ ഈ ഗ്യാസസ് പരസ്പരം റിയാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി സോഴ്സസ് പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായത് എവിടെ നിന്നുമായിരുന്നു? നമ്മൾ പറഞ്ഞതാണ് സൺലൈറ്റ്, വോൾക്കാനിക് ഇറപ്ഷൻസ്, അൾട്രാവയലറ്റ് റേഡിയേഷൻസ്, അതുപോലെ തന്നെ ലൈറ്റ്നിങ് തുടങ്ങിയവയിൽ നിന്നുമായിരുന്നു. അല്ലെ? അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ ഫ്ലാസ്കിൽ എടുത്തിട്ടുള്ള ഗ്യാസസ് അല്ലെങ്കിൽ വാതകങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എനർജി അല്ലെങ്കിൽ ഊർജം നൽകിയത് ഇലക്ട്രിസിറ്റിയിലൂടെയായിരുന്നു. അതായത് ഇലക്ട്രിസിറ്റി ഏതിലൂടെ പാസ് ചെയ്തു? ആ ഗ്ലാസ് ഫ്ലാസ്കിലൂടെ പാസ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ ആ ഗ്ലാസ് ഫ്ലാസ്കിന്റെ അടിയിലായിട്ട് ഒരു കണ്ടൻസർ ഫിറ്റ് ചെയ്തിരുന്നു. കണ്ടൻസർ എന്ന് പറയുന്നത് ഒരു ഗ്യാസിനെ എന്താക്കി മാറ്റാനായിട്ട്, ലിക്വിഡ് ഫോമിലേക്ക് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നത് ആ ഗ്ലാസ് ഫ്ലാസ്കിന്റെ, അതായത് ഗ്ലാസ് ഫ്ലാസ്കിനകത്തിലാണ് ഗ്യാസസ് ഒക്കെ എടുത്തിരുന്നത്. ഏതൊക്കെ ഗ്യാസസ് ആണ്? അമോണിയ, മീഥെയിൻ, ഹൈഡ്രജൻ ആൻഡ് വാട്ടർ വേപ്പർ. അപ്പൊ ഇതിന് താഴെയായിട്ട് ഒരു കണ്ടൻസർ ഉണ്ടായിരുന്നു. അപ്പൊ ആ കണ്ടൻസറിന്റെ സഹായത്തോടു കൂടി, അതായത് ഇപ്പൊ നമ്മള് ആ ഗ്ലാസ് ഫ്ലാസ്കിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോഴത്തേക്ക് ആ ഗ്യാസസിന് റിയാക്ട് ചെയ്യാനുള്ള എനർജി ലഭിച്ചു. അല്ലെ? ഇനി ആ കണ്ടൻസറിന്റെ സഹായത്തോടു കൂടി അതിനകത്തിൽ ഉണ്ടായിരുന്ന വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവി എന്ത് ചെയ്തു? കണ്ടൻസേഷൻ നടത്തും അല്ലെങ്കിൽ ഘനീഭവിച്ചു. അതിന്റെ ഫലമായിട്ട് എന്ത് ഫോം ചെയ്തു? വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ജലകണികകൾ ഫോം ചെയ്തു. അല്ലെ? അപ്പൊ ആ വാട്ടർ എന്ന് പറയുന്നത് മറ്റൊരു ഫ്ലാസ്കിലേക്ക് എന്ത് ചെയ്തു? ശേഖരിച്ചു. ഇനി ആ വാട്ടറിനകത്തിൽ നോക്കിയപ്പോൾ അമിനോ ആസിഡ്സിന്റെ പ്രസൻസ് കണ്ടെത്തി. അമിനോ ആസിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻസ് നിർമ്മിക്കുന്ന ബേസിക് യൂണിറ്റ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അമിനോ ആസിഡുകൾ. അതായത് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നത് ഏതിൽ നിന്നുമാണ്? അമിനോ ആസിഡുകളിൽ നിന്നുമാണ്. അപ്പൊ ഈ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോമോളിക്യൂൾസ് അല്ലെങ്കിൽ ജൈവകണികകളാണ്. അതായത് നമ്മുടെ എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രോട്ടീൻസ് കൊണ്ടുകൂടിയാണ്. അപ്പൊ എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം നോക്കിയാൽ അതിനകത്തിൽ എന്തും കാണും? പ്രോട്ടീൻസ് കാണും. അപ്പം ഈ പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകങ്ങളായിട്ടുള്ള അമിനോ ആസിഡുകൾ എന്തിന്റെ ഫലമായിട്ട് ലഭിച്ചു? ഈ പരീക്ഷണത്തിന്റെ ഫലമായിട്ട് ലഭിച്ചു. അപ്പൊ അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇങ്ങനെയുള്ള ഇനോർഗാനിക് ആയിട്ടുള്ള കമ്പോണൻസിൽ നിന്നും, ഇവിടെ പറയുന്നത് ആ ഗ്യാസസിൽ നിന്നുമാണ് എന്ത് ഫോം ചെയ്തത്? അമിനോ ആസിഡുകൾ ഫോം ചെയ്ത്. അപ്പൊ ഇങ്ങനെ ഇനോർഗാനിക് കമ്പോണൻസിൽ നിന്നും ബയോ മോളിക്യൂൾസ് അല്ലെങ്കിൽ ജൈവ കണികകൾ ഉത്പാദിപ്പിക്കാൻ പറ്റും എന്ന് തെളിയിച്ച ആൾക്കാരാണ് ആരൊക്കെ? ഹാരോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ. ഇവര് എക്സ്പെരിമെന്റ് നടത്തിയത് എങ്ങനെയാണ്? ലബോറട്ടറിയിൽ ആ പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ റീക്രിയേറ്റ് ചെയ്തു.
പുനഃസൃഷ്ടിച്ചുകൊണ്ടാണ് അവർ ആ എക്സ്പെരിമെന്റ് നടത്തിയത്. അപ്പൊ എക്സ്പെരിമെന്റിന്റെ ഫലമായിട്ട് അവർക്ക് ആ വാട്ടറിനകത്ത് എന്ത് അടിഞ്ഞുകൂടിയിരുന്നു? അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത് ഏതിന്റെ ബേസിക് യൂണിറ്റ്സ് ആണ്? ഏതിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്? പ്രോട്ടീൻസിന്റെ, അല്ലെ? പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബയോമോളിക്യൂൾസ് ആണ്. അതായത് ഈ ജൈവ കണികകൾ എവിടെ നിന്നും രൂപപ്പെടുന്നു? ഈ ഇങ്ങനെയുള്ള ഇനോർഗാനിക് കമ്പോണൻസിൽ നിന്നും രൂപപ്പെടുന്നു എന്ന് തെളിയിച്ച ആൾക്കാരാണ് ആരൊക്കെ? സ്റ്റാൻലി മില്ലർ ആൻഡ് ഹാരോൾഡ് യൂറേ. അപ്പൊ ആ ഒരു കെമിക്കൽ എവല്യൂഷൻ തിയറി, അല്ലെ, രാസപരിണാമ സിദ്ധാന്തം തെളിയിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഏത്? ഈ യൂറേ മില്ലർ എക്സ്പെരിമെന്റ്. അപ്പൊ ആ ഒരു പരീക്ഷണ സംവിധാനം ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതൊന്നുകൂടി നോക്കി മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഒറിജിൻ ഓഫ് ലൈഫ് പഠിച്ചായിരുന്നു, അല്ലെ? അതായത് ഇങ്ങനെ ഈ പ്രിമിറ്റീവ് എർത്തില് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന ഗ്യാസസ് ഒക്കെ റിയാക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് എന്ത് ഫോം ചെയ്തു? പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ ആദിമകോശം ഉണ്ടായി എന്ന് പറഞ്ഞു, അല്ലെ? പ്രിമിറ്റീവ് സെൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഉണ്ട്? ഒരു ലിക്വിഡിന്റെ കവറിങ് അല്ലെങ്കിൽ ഒരു കൊഴുപ്പ് കൊണ്ടുള്ള ഒരു ആവരണമുണ്ട്. അതുപോലെ തന്നെ അതിനകത്തിൽ എന്തോ ഉണ്ട്? കോംപ്ലക്സ് മോളിക്യൂൾസ് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡുകളുണ്ട്, ഇല്ലേ? അപ്പൊ ന്യൂക്ലിക് ആസിഡുകൾ എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ പ്രിമിറ്റീവ് സെൽസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആദിമകോശം എന്ന് പറയുമ്പോൾ അതിന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിവിഷനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ ആദിമകോശത്തിനകത്തിൽ എന്തോ ഉണ്ട്? ന്യൂക്ലിക് ആസിഡുകളുണ്ട്. ന്യൂക്ലിക് ആസിഡുകളെ കവർ ചെയ്തുകൊണ്ട് ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്, കൊഴുപ്പിന്റെ ആവരണം ഉണ്ടെന്നും പറഞ്ഞു, അല്ലെ? ഇനി ഈ പ്രിമിറ്റീവ് സെൽസിൽ നിന്നുമാണ് സിമ്പിൾ സ്ട്രക്ചർ ഉള്ള സെൽസ് ഫോം ചെയ്തത്. അപ്പൊ അങ്ങനെ സിമ്പിൾ സ്ട്രക്ചർ ഉള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് പ്രോകാരിയോട്സ് എന്ന് വിളിക്കും. അപ്പൊ ഈ പ്രിമിറ്റീവ് സെൽസ് അല്ലെങ്കിൽ ആദിമകോശങ്ങളിൽ നിന്ന് എന്ത് രൂപപ്പെട്ടു? പ്രോകാരിയോട്സ് രൂപപ്പെട്ടു. പ്രോകാരിയോട്സിന് എക്സാമ്പിൾ ആണ് ബാക്ടീരിയ. അപ്പൊ ഈ ബാക്ടീരിയകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഒന്നുമില്ല. അതായത് മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഒന്നും ആർക്കില്ല? ഈ ബാക്ടീരിയകൾക്കില്ല. അപ്പൊ അതുകൊണ്ട് ബാക്ടീരിയകളെ എന്തെന്ന് വിളിക്കും? പ്രോകാരിയോട്സ് എന്ന് വിളിക്കും. അതായത് പ്രിമിറ്റീവ് സെല്ലിൽ നിന്ന് ഫോം ചെയ്ത സിമ്പിൾ സ്ട്രക്ചർ ഉള്ള സെൽസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രോകാരിയോട്ടിക് സെൽസ്. അപ്പൊ ഈ പ്രോകാരിയോട്ടിക് സെൽസ് അല്ലെങ്കിൽ പ്രോകാരിയോട്സിന് എക്സാമ്പിൾ ആരാണ്? ബാക്ടീരിയകളാണ്. കാരണം എന്താണ്? അവർക്ക് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല. അതായത് നല്ലൊരു ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം ഒന്നും ഇല്ലാത്ത ജീവികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രോകാരിയോട്സ്. അതിന് എക്സാമ്പിൾ ആരാണ്? ബാക്ടീരിയകളാണ്. ദെൻ ഈ പ്രോകാരിയോട്സിൽ നിന്നും പിന്നീട് എന്ത് ഫോം ചെയ്തു? യൂക്കാരിയോട്സ് ഫോം ചെയ്തു. യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള ജീവികളാണ് ഏതെന്ന് പറയുന്നത്? യൂക്കാരിയോട്സ്. അപ്പൊ നമ്മളുടെയൊക്കെ സെൽസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിനകത്തിൽ എന്തോ ഉണ്ട്? നല്ലൊരു ന്യൂക്ലിയസ് ഉണ്ട്. അതായത് ഒരു മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു നല്ല ന്യൂക്ലിയസ് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? യൂക്കാരിയോട്സിലാണ്. ഇനി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു നല്ല ന്യൂക്ലിയസ് ഇല്ല. അതായത് ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് ന്യൂക്ലിയസ് ഇല്ല. അതായത് സ്ഥരാവരണമുള്ള ഒരു ന്യൂക്ലിയസ്, മർമ്മം ഇല്ല. അതുകൊണ്ട് അവർ വരുന്നത് ഏതിലാണ്? പ്രോകാരിയോട്സിലാണ്. ഇനി ഈ പ്രോകാരിയോട്സിൽ നിന്നും, പ്രോകാരിയോട്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ സ്ട്രക്ചർ ഉള്ളവരാണ്, ഇല്ലേ? ലഘുഘടനയുള്ളവരാണ്. അതിൽ നിന്ന് എന്ത് ഫോം ചെയ്തു? യൂക്കാരിയോട്സ് ഫോം ചെയ്തു. അപ്പൊ എന്തൊക്കെയായിരിക്കും ഈ പ്രോകാരിയോട്സും യൂക്കാരിയോട്സും തമ്മിലുള്ള ഡിഫറൻസ്? പ്രോകാരിയോട്സ് എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല. ഇനി യൂക്കാരിയോട്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഉണ്ട്? നല്ലൊരു ന്യൂക്ലിയസ് ഉണ്ട്. അതായത് പ്രോകാരിയോട്സിന് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. യൂക്കാരിയോട്സിന് എന്തോ ഉണ്ട്? മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. ദെൻ പ്രോകാരിയോട്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എ ഫ്യൂ സെൽ ഓർഗനൽസ് ആർ പ്രസന്റ്. സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിനകത്തിൽ കാണപ്പെടുന്ന പാർട്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സെൽ ഓർഗനൽസ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ സെൽ ഓർഗനൽസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സെല്ലിനകത്തിൽ കുറച്ച് പാർട്സ് ഉണ്ട്. അതായത് റൈബോസോം, ലൈസോസോം, മൈറ്റോകോൺട്രിയ തുടങ്ങിയവ. അവയെ വിളിക്കുന്ന പേരാണ് സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ. ഈ പ്രോകാരിയോട്സിനകത്തില് എ ഫ്യൂ സെൽ ഓർഗനൽസ് മാത്രമേ ഉള്ളൂ. അതായത് വളരെ കുറച്ച് സെൽ ഓർഗനൽസ് മാത്രമേ ഉള്ളൂ. പക്ഷെ യൂക്കാരിയോട്സിന് എന്തോ ഉണ്ട്? ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ പ്രോകാരിയോട്സിന്റെ സെൽ ഓർഗനൽസിനൊന്നും മെംബ്രെയിനസ് കവറിംഗ് ഇല്ല. അതായത് സ്ഥലം കൊണ്ടുള്ള ആവരണം ഏതിനില്ല? അവരുടെ സെൽ ഓർഗനൽസിനില്ല. പക്ഷെ യൂക്കാരിയോട്സിന്റെ സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾക്കെല്ലാം ഒരു മെംബ്രെയിനസ് കവറിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് പ്രോകാരിയോട്സിന് ഒരു മെംബ്രെയിനസ് കോട്ടിംഗ് ഉള്ള ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. യൂക്കാരിയോട്സിന് എന്തുകൊണ്ട്? മെംബ്രെയിനസ് കവറിംഗ് ഉള്ള ന്യൂക്ലിയസ് ഉണ്ട്. പ്രോകാരിയോട്സിന് എ ഫ്യൂ നമ്പർ ഓഫ് സെൽ ഓർഗനൽസ് ആർ പ്രസന്റ്. അതായത് വളരെ കുറച്ച് കോശാംഗങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ യൂക്കാരിയോട്സിന് കൂടുതൽ, അതായത് മെനി സെൽ ഓർഗനൽസ് ആർ പ്രസന്റ്. ധാരാളം സെൽ ഓർഗനൽസ് ഉണ്ട്. ഇനി പ്രോകാരിയോട്സിന്റെ സെൽ ഓർഗനൽസിനൊന്നും മെംബ്രെയിനസ് കവറിംഗ് അല്ലെങ്കിൽ സ്ഥരാവരണമില്ല. പക്ഷെ യൂക്കാരിയോട്സിന്റെ സെൽ ഓർഗനൽസിനെല്ലാം മെംബ്രെയിനസ് കവറിംഗ് ഉണ്ട്. ഇനി
അടുത്തതെന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് സെൽ ഓർഗനൽസ്. ഈ കോശാംഗങ്ങളൊക്കെ എങ്ങനെ രൂപപ്പെട്ടു കാണും ഇല്ലേ? അതായത് ഈ പ്രോകാരിയോട്സിന് എല്ലാ തരത്തിലുള്ള സെൽ ഓർഗനൽസ് ഒന്നും ഇല്ല, പക്ഷെ യൂകാരിയോട്സിലേക്ക് വന്നപ്പോൾ അവർക്ക് എന്തോ ഉണ്ട്, സെൽ ഓർഗനൽസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ യൂകാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത് അവര് എയ്റോബിക് ബാക്ടീരിയ എൻഗൾഫ് ചെയ്തു. എയ്റോബിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ, അതായത് ഓക്സിജന്റെ സഹായത്തോടു കൂടി ശ്വസനം നടത്തുന്ന ബാക്ടീരിയകളെ വിളിക്കുന്ന പേരാണ് എയ്റോബിക് ബാക്ടീരിയ. അപ്പൊ ഈ യൂകാരിയോട്ടിക് സെല്ല് എയ്റോബിക് ബാക്ടീരിയ എന്ത് ചെയ്തു, എൻഗൾഫ് ചെയ്തു, വിഴുങ്ങി. സാധാരണഗതിയിൽ ഒരു സെല്ല് വിഴുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അന്യ വസ്തുക്കളെ എല്ലാം നശിപ്പിച്ചു കളയുകയാണ് പതിവ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ആ എയ്റോബിക് ബാക്ടീരിയ അവർ നശിപ്പിച്ചില്ല, പകരം എന്ത് ചെയ്തു, പ്രൊട്ടക്ട് ചെയ്തു. പ്രൊട്ടക്ട് ചെയ്തപ്പോൾ പതുക്കെ ഗ്രാജുവലി ഈ എയ്റോബിക് ബാക്ടീരിയ മൈറ്റോകോൺട്രിയ ആയിട്ട് മാറി. അപ്പൊ ഇവിടെ നോക്കിക്കേ, യൂകാരിയോട്ടിക് സെൽസ് എന്ത് ചെയ്തു, യൂകാരിയോട്ടിക് സെൽ എൻഗൾഫ്സ് എയ്റോബിക് ബാക്ടീരിയ. ഇനി ആ എയ്റോബിക് ബാക്ടീരിയ ആ സെല്ല് പ്രൊട്ടക്ട് ചെയ്തു. ഗ്രാജുവലി ആ എയ്റോബിക് ബാക്ടീരിയ എന്തായിട്ട് മാറി, മൈറ്റോകോൺട്രിയ ആയിട്ട് മാറി. ദെൻ അടുത്തെന്ന് പറയുന്നത് ഈ യൂകാരിയോട്ടിക് സെല്ല് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയയെ എൻഗൾഫ് ചെയ്തു. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസിന് കഴിവുള്ള ബാക്ടീരിയയെ എൻഗൾഫ് ചെയ്തു, യൂകാരിയോട്ടിക് സെല്ല് എൻഗൾഫ് ചെയ്തു അല്ലെങ്കിൽ വിഴുങ്ങി. ഇനി അതിനെയും ഈ സെല്ല് നശിപ്പിച്ച് കളഞ്ഞില്ല. ഗ്രാജുവലി ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ എന്തായിട്ട് മാറി, ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണമായിട്ട് മാറി. അപ്പൊ എങ്ങനെയാണ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം ഉണ്ടായത്? യൂകാരിയോട്ടിക് സെല്ല് എന്തിനെ എൻഗൾഫ് ചെയ്തു, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയ എൻഗൾഫ് ചെയ്തു, അതിനെ പ്രൊട്ടക്ട് ചെയ്തു. പ്രൊട്ടക്ട് ചെയ്തപ്പോൾ ഗ്രാജുവലി അത് എന്തായിട്ട് മാറി, ക്ലോറോപ്ലാസ്റ്റ് ആയിട്ട് മാറി. ഇങ്ങനെയാണ് യൂകാരിയോട്ടിക് സെല്ലിനകത്തിൽ എന്തൊക്കെ ഫോം ചെയ്തത്, മൈറ്റോകോൺട്രിയയും അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റും ഫോം ചെയ്തത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, പ്രോകാരിയോട്സിൽ നിന്ന് യൂകാരിയോട്സിലേക്ക് വന്നപ്പോൾ കുറെ ചേഞ്ചസ് സംഭവിച്ചില്ലേ? അതെന്ന് പറയുന്നത് എന്താണ്, ഒരു എവല്യൂഷണറി പ്രോസസ് ആണ്. പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ലായിരുന്നു, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സെൽ ഓർഗനൽസും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് യൂകാരിയോട്സിലേക്ക് എത്തിയപ്പോഴത്തേക്ക് എന്തുകൊണ്ട്, ഒരു മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉണ്ട്, അതായത് സ്ഥലം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ഒരു ന്യൂക്ലിയസ്, ഒരു നല്ല മർമ്മമുണ്ട്. അതുപോലെ തന്നെ എല്ലാ സെൽ ഓർഗനൽസും കാണപ്പെടുന്നു. ഈ സെൽ ഓർഗനൽസിനെ എല്ലാം കവർ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട്, മെംബ്രെയിൻസ് അല്ലെങ്കിൽ സ്ഥരാവരണമുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രോകാരിയോട്സിൽ നിന്നും എന്ത് ചെയ്തു, ഗ്രാജുവലി എന്ത് ഫോം ചെയ്തു, യൂകാരിയോട്സ് ഫോം ചെയ്തു. അപ്പൊ ഈ യൂകാരിയോട്സിൽ നിന്നും എങ്ങനെയായിരിക്കും ഇന്ന് കാണപ്പെടുന്ന ജീവജാലങ്ങളെല്ലാം ഉണ്ടായത്? അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.